നേരെ കണ്ണാടി കാണുകയാണെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉണ്ടാകും എന്നൊക്കെ. അപ്പൊ ബെഡ്റൂമിൽ അപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള അതിന് ക്ലോസ്ഡ് വാസ്തു എന്നാ പറയാം. അപ്പൊ അവിടെ നമുക്ക് അതേ പറ്റുള്ളൂ, ആ സാഹചര്യത്തിൽ അതേ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിലെ വീടുകളിൽ ഏറ്റവും കണ്ടുവരുന്ന പിഴവുകൾ, വാസ്തു പിഴവുകൾ എന്തൊക്കെയാണ്? കേരളത്തെ വീടുകൾക്ക് പിഴവുകളല്ല, കേരളത്തെ എല്ലാ വീടുകളിലും ഒരു വലിയ അനുഗ്രഹമാണുള്ളത്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. അപ്പൊ നമ്മൾ ഫിഷ് ടാങ്കോ ഫിഷ് ബോളോ വെക്കാം, അതായത് വാട്ടറിന്റെ പ്രസൻസ്, ഫൗണ്ടൻ വെക്കുക. വാട്ടറിന്റെ പ്രസൻസ് ഏതൊക്കെ എലമെന്റ്സിലൂടെ കൊണ്ടുവരാൻ പറ്റും നോക്ക്. സൗത്ത് വെസ്റ്റിന്റെ പ്രത്യേകത അതിന് സേവിങ്സ് കോർണർ എന്നാ പറയാം. അപ്പൊ നമ്മൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കാശ് മാത്രമാണ്, പൈസ മാത്രമല്ല നമ്മുടെ സേവിങ്സ്. ആരോഗ്യവും നമ്മുടെ സേവിങ്സ് ആണ്. ഈ വാസ്തു എന്ന് പറയുന്നത് എല്ലാവർക്കും വിശ്വാസമുള്ള കാര്യമല്ല. ഇതിൽ വിശ്വസിക്കാത്ത, ഇഷ്ടമുള്ളതുപോലെ ചിലപ്പോൾ സ്വന്തമായൊക്കെ ആയിരിക്കാം വരച്ചൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. വാസ്തു നോക്കണ്ട, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്നവർ. അപ്പോൾ അത്തരത്തിൽ വാസ്തു നോക്കാതെ വീട് വെച്ചവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ബ്ലോക്കുകൾ, അതായത് ഇപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടോ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങൾ നേരിടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണോ? അല്ല, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ വാസ്തുവിനോട് ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർ ഇതൊന്നും നോക്കാതെ, വിശ്വാസമുള്ളതും ഇതൊന്നും നോക്കാതെ, അതൊന്നും ആ സമയത്ത് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വീട് വെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നീട് എപ്പോഴോ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കിക്കൂ എന്ന് പറഞ്ഞത് പ്രകാരം ഞാൻ ചെന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വീട്ടിൽ ചില വീടുകളിലൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കിത് വിശ്വാസമുണ്ടോ ഇല്ലയോ, നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആണോ അല്ലയോ എന്നുള്ളതല്ല. ഈ സയൻസ് ഇതിലുള്ള ഈ റൂൾസ് ഇനി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ്നെസ്, അതിൻ്റെ ഒരു സമൃദ്ധി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ബേസിക്കലി ബിടെക് സിവിലാണ്. എനിക്ക് ഇതിനോട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്ലാനൊക്കെ വരച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും വാസ്തുപ്രകാരമുള്ള പ്ലാനാണോ എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങി. നമ്മൾ വരയ്ക്കുന്ന പ്ലാനിൽ റിവിഷൻസ് വന്നു തുടങ്ങി. അപ്പം നമ്മുടെ ക്ലയൻസിൻ്റെ ഒത്തിരി ഓട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരേ പ്ലാനിൽ തന്നെ ഒത്തിരി റിവിഷൻസ് വന്നു തുടങ്ങി. ഈ ഓട്ടം അവസാനിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെന്നാൽ പിന്നെ ഇതൊന്ന് പഠിച്ചാലോ, നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഒരു USP ആയിട്ട് പ്രസൻറ്റ് ചെയ്യാലോ വാസ്തു കംപ്ലൈൻറ്റ് പ്ലാൻ, അതാണ് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു സയൻറ്റിഫിക് ബേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ വീട് ഇന്ന പോലേക്ക് ഇരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, പിക്ക് ചെയ്ത് പറഞ്ഞു തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നില്ല ഇത് വാസ്തു കാരണമാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ. അപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമ്മൾ ഇതൊക്കെ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. നീ ഇന്നലെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ക്ലാസ്സിലിരിക്കുന്നില്ല, നമ്മളാണല്ലോ ക്ലാസ്സിലിരിക്കണേ. അങ്ങനെ ഞാൻ കുറച്ച് കറക്ഷൻസ് ഒക്കെ വീട്ടിൽ ചെയ്തു. അതിനുശേഷം നമുക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് 5 വീടുകൾ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന നമ്മൾ 5 വീടുകൾ സെലക്ട് ചെയ്തു. ഓരോ ആൾക്കാരും ഓരോ പ്രശ്നങ്ങൾ പറയും. ചിലർ പറയും ഇഷ്ടം പോലെ കാശ് വരുന്നുണ്ടൊന്നും കൈ നിൽക്കണില്ല. ചിലർ പറയും ആരോഗ്യം എപ്പോൾ നോക്കിയാലും ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ ജോലി ശരിയാവുന്നില്ല, ബിസിനസ് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഇതിന് പരിഹാരമായിട്ട് ഇന്നതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പോന്നു. നമ്മൾ പഠിച്ചു തുടങ്ങിയ സമയമാണ്. ഒരു 8 മാസങ്ങൾക്ക് ശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സാറിനോടൊപ്പം. അപ്പോൾ ഇവർ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഞാൻ പിക്ക് ചെയ്ത് പറഞ്ഞതുകൊണ്ടായിരിക്കും ഇവരിത് ഓർത്തിട്ട് ആ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു. നമ്മൾ അന്ന് ഇന്നതുപോലെ പറഞ്ഞില്ലേ, എന്നിട്ട് എനിക്ക് ഇന്ന വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞ് വിളിച്ചു. പറഞ്ഞു കൊടുത്ത് ഞാനും വളരെ സർപ്രൈസ്ഡ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. അതായത് ഇതിന് ഇത്രയും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അന്ന് എന്നോട് വിഷമിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ ആ സൗണ്ടിലൂടെ തന്നെ അവരുടെ ഒരു എനർജി ലെവൽ തന്നെ മാറി. എനിക്കും വാസ്തു കറക്റ്റ് ചെയ്തതിന് ഒരു ബിഫോർ ആഫ്റ്റർ ഫേസ് എൻ്റെ ലൈഫിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി നമ്മളൊരു പുതിയ വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സാധനമല്ല, എക്സിസ്റ്റിംഗ് വീടുകൾക്കും ഇതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനൊരു പ്രൊഫഷനിൽ വന്നത്. അതെ. അപ്പൊ ഈ കറക്ഷൻ എന്ന് പറയുമ്പോൾ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഒരു മുറി മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ? അതായത് പല രീതിയിലുണ്ട് കറക്ഷൻസ്. ആ സ്പേസിന് എന്താണ് ആവശ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒരു പ്ലോട്ടിൻ്റെ ഒരു ലെവൽ ഡിഫറൻസ് എങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോർണറിലായിരിക്കും ചവറൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്, വേസ്റ്റിൻ്റെ കുഴി ഒരു ഭാഗത്തായിരിക്കും ചവർ കത്തിക്കുന്നത്. ചിലപ്പോൾ ടാങ്ക്സ്, അണ്ടർഗ്രൗണ്ട് ടാങ്ക്സിൻ്റെ പൊസിഷനിങ്, ഗേറ്റിൻ്റെ പൊസിഷനിങ്, അല്ലെങ്കിൽ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ പൊസിഷനിങ്, ഇതെല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് പൊളിച്ച് പണി വേണ്ടി വരുമോ എന്നുള്ളതാണ് വാസ്തു നമുക്ക് നോക്കാനായിട്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ സ്പേസിൽ ഇപ്പം നമുക്ക് കാല് വയ്യാതെയായി, അല്ലെങ്കിൽ കാലിലൊന്ന് വീണു, ഒന്ന് ഫ്രാക്ചറായി ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കില്ല, അല്ലേ? ഡോക്ടറുടെ അടുത്ത് പോകും. ചിലപ്പോൾ കുറച്ച് ദിവസം നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിലിരിക്കേണ്ടി വരും. അപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കുറച്ച് ദിവസം വീട്ടിലിരിക്കേണ്ടി വരും എന്ന് വിചാരിച്ച് നമ്മളത് മാറ്റി വെക്കില്ല. കാരണം ഈ കാല് ശരിയായാൽ മാത്രമേ നമുക്ക്
അടുത്ത ഓരോ ദിവസം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റൂ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, റിക്വയർഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വാസ്തുവിൽ നമുക്ക് അങ്ങനെ അറിയത്തില്ല. അതായത് നമ്മുടെ ലൈഫിൽ സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനുള്ള സയൻസ് ആണെന്നും നമ്മുടെ ആരോഗ്യം, റിലേഷൻഷിപ്പ്, സാമ്പത്തികം ഇതിനെല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് അറിയില്ല. അപ്പോൾ ഈ പൊളിച്ചു പണി പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഗേറ്റ് മാറ്റുക എന്നുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡോറ് മാറ്റുക എന്നുള്ളതായിക്കോട്ടെ, അതിന് ചിലപ്പോൾ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഏരിയാസിൽ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിന്റെ പൊസിഷൻ ആണോ അതോ വീടിരിക്കുന്ന ദിശയാണോ, എന്താണ് റിലേഷൻഷിപ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റ് കോർണർ ഏരിയ ആണെന്ന് പറയാം. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള എനർജി ഇംബാലൻസ് ആണ് റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സൗത്ത് വെസ്റ്റിന്റെ പ്രത്യേകത തന്നെ സേവിങ്സ് കോർണർ എന്നാ പറയാം. അപ്പം നമ്മൾ സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കാശ് മാത്രമാണ്, പൈസ മാത്രമല്ല നമ്മുടെ സേവിങ്സ്. ആരോഗ്യവും നമ്മുടെ സേവിങ്സ് ആണ്, റിലേഷൻഷിപ്പും നമ്മുടെ സേവിങ്സ് ആണ്, ഉറപ്പായിട്ടും മണി. അപ്പോൾ ഇത് മൂന്നും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മൾ കൺസൾട്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഒരു തരത്തിലും ഒരു കോംപ്രമൈസ് അലൗഡ് അല്ലാത്തൊരു സ്പേസ് ആണ്. നമ്മുടെ ഒരു ബിൽഡിംഗ് നമ്മൾ പണിയാൻ ഒരു 4 നില കെട്ടിടം പണിയാൻ പോവാണ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു നിലയെ പണിയുന്നുള്ളൂ. ഭാവിയിലായിരിക്കും നമ്മൾ അടുത്ത 3 നില പണിയാൻ പോണേ, പക്ഷെ അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ 4 നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഇട്ടേ പണിയുള്ളൂ. അവിടെ നമ്മളൊരു ചെലവ് ചുരുക്കലൊന്നും ചിന്തിക്കില്ല അല്ലേ. അപ്പോൾ ഒരു ശരീരത്തിന് കാലുകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, ഒരു ബിൽഡിങ്ങിന് അതിന്റെ ഫൗണ്ടേഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, അതുപോലെയാണ് ഒരു സ്പേസിൽ സൗത്ത് വെസ്റ്റ് കോർണർ അത്രയും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറിലെ എനർജി ഇംബാലൻസ് ആണ് നമ്മുടെ ലൈഫിലെ റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണാറുണ്ട്, നമ്മൾ ഉറക്കം എണീറ്റ് നേരെ കണ്ണാടി കാണുകയാണെങ്കിൽ ഒരു ദാമ്പത്യ ബന്ധത്തിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉണ്ടാകും എന്നൊക്കെ. അപ്പോൾ ബെഡ്റൂമിൽ ഒരു മിറർ വെക്കുന്നതിലും റിലേഷൻഷിപ്പിനെ ബാധിക്കാറുണ്ടോ? മിറേഴ്സിന്റെ പൊസിഷനിങ് നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റിലാണ് പൊതുവേ നല്ലത്. നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഫേസിംഗ് അല്ലെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് അല്ല, നോർത്ത് വാളിൽ അല്ലെങ്കിൽ ഈസ്റ്റ് വാളിൽ. ഓക്കെ. അപ്പൊ ബെഡ്റൂംസിൽ എന്തായാലും നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും മിറേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബെഡിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാലിന്റെ ഭാഗം നേരെ മിററുമായിട്ട് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ഉറങ്ങുക 8 അവേഴ്സോളം നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം. അപ്പോൾ ഫുൾ ടൈം നമ്മൾ ഈ എനർജി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഏത് ശരീരഭാഗമാണോ മിററുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവിടെ വേദന കണ്ടുവരാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം അവോയ്ഡ് ചെയ്താൽ മതി, അല്ല വേറെ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് മുറിയിൽ സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ആ മിറർ രാത്രി ഒരു ബീഡ്സിന്റെ കേർട്ടൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു കേർട്ടൻ പ്ലാൻ ചെയ്താലും മതി. അപ്പൊ ആ ബെഡിലേക്കുള്ള റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യുക, എത്ര കാര്യമുള്ളൂ. അതിന് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ കേരളത്തിലെ വീടുകളിൽ ഏറ്റവും കണ്ടുവരുന്ന പിഴവുകൾ, വാസ്തു പിഴവുകൾ എന്തൊക്കെയാണ്? കേരളത്തെ വീടുകൾക്ക് പിഴവുകളല്ല, കേരളത്തെ എല്ലാ വീടുകളിലും ഒരു വലിയ അനുഗ്രഹമാണുള്ളത്. നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 0-90 ഓറിയൻറ്റേഷനിൽ ടിൽറ്റൊന്നും ഇല്ലാതെയാണ് നമ്മൾ വീട് പണിയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വാസ്തു കൺസൾട്ടൻറ്റിനെ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾ എന്നോട് ചോദിക്കുകയാണ്, നമുക്ക് ഈ ടിൽറ്റിന് എന്ത് പരിഹാരമാണ് കൊടുക്കുകയെന്ന്. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പസ് എടുത്ത് നോക്കുമ്പോൾ ചരിവുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ പഴയ വീടുകളാണെങ്കിൽ നമ്മൾ പണ്ട് മുതൽ ഈ തച്ചുശാസ്ത്രമൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് പഴയ വീടുകളിലും ഒക്കെ ഈ ടിൽറ്റ് ഉണ്ടാവാറില്ല. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് ഈ സ്ഥലം വളരെ കുറവായതുകൊണ്ട് തന്നെ ടിൽറ്റഡ് ആയിട്ടുള്ള സ്പേസുകൾ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 0-90 ഓറിയന്റേഷൻ ടിൽറ്റ് ഇല്ലാതെ വീട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ഒരു ബാലൻസിങ്ങിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ കേരളത്തിന് പിഴവല്ല, അനുഗ്രഹമാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം വീടുകളാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കൊച്ചി പോലുള്ള സിറ്റികളിലാണെങ്കിലും ഏത് വലിയ സിറ്റിയിലാണെങ്കിലും ഫ്ലാറ്റുകൾ വളരെ കൂടുതലാണ്. ഫ്ലാറ്റുകളിലും എങ്ങനെയാണ് ഈ കന്നിമൂല അല്ലെങ്കിൽ ഇതുപോലുള്ള വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുക? ഫ്ലാറ്റുകളിൽ നമ്മൾ കൂടുതലും ഒബ്ജക്ട്സിനെയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് അവിടെ പൊളിച്ച് മാറ്റലോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ചെറിയ എലമെന്റ്സ്, ചിലപ്പോൾ ഒരു ഫിഷ് ടാങ്കോ ഫിഷ് ബോളോ അല്ലെങ്കിൽ മിറേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പം വാസ്തുവും ഫെങ്ഷുയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫെങ്ഷുയി കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക്
വീടിനെ പോലെ ഗംഭീരമായിട്ട് പെർഫെക്റ്റ് ആക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും ഫ്ലാറ്റുകൾ ഇപ്പോൾ ഉള്ള സ്പേസിന് എപ്പോഴും വാസ്തു നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം 100% പെർഫെക്റ്റ് ആക്കുന്നതിലുപരി ഇപ്പോൾ ഉള്ള സ്പേസിന്റെ ഒരു എനർജി ലെവൽ എന്താണോ അതിനെ ഒത്തിരി ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പൊ ബെറ്റർ ആക്കാൻ യൂസ് ചെയ്യുന്ന ഇത്തരം എലമെന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതെ, അപ്പോൾ ഈ പറഞ്ഞ ഫിഷ് ബൗൾസ്, ഫിഷ് ടാങ്ക്സ് ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ കഴിയുക? അതായത് നമുക്ക് ബേസിക്കലി എലമെന്റ് ബാലൻസിങ് ആണ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ എലമെന്റ് ബാലൻസിങ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഡയറക്ഷനിൽ വാട്ടറിന്റെ പ്രസൻസ് കൊടുത്താൽ നന്നായിരിക്കും, നമുക്ക് വേറെ ഒന്നും അവിടെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫിഷ് ടാങ്കോ ഫിഷ് ബോളോ വെക്കാം. അതായത് വാട്ടറിന്റെ പ്രസൻസ്, ഫൗണ്ടൻ വെക്കുക. വാട്ടറിന്റെ പ്രസൻസ് ഏതൊക്കെ എലമെന്റ്സിലൂടെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. ചിലപ്പോൾ ചില ക്യാൻഡിൽസ് ചില ഡയറക്ഷനിൽ വെക്കുക, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇപ്പോൾ കുറെ നമുക്കറിയാം, നമ്മൾ ഇൻഡോർ എൻഹാൻസിങ്ങിന്റെ ഭാഗമായി ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നുണ്ട്. ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ടോ? എപ്പോഴും പ്ലാന്റ്സിനെ ഇൻഡോർ ആയിട്ടും എക്സ്റ്റീരിയറിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം നമ്മൾ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ. നമ്മളിപ്പം നേച്ചറിനോട് നമുക്ക് വലിയൊരു കടപ്പാടുണ്ട് അല്ലേ. അച്ഛനെയും അമ്മയും ഒക്കെ നോക്കണം, അവർ നമ്മളെ ഒരു സമയം വരെ നമ്മൾ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും ലൈഫ് ഗിവിംഗ് ആയിട്ടുള്ള ഓക്സിജൻ നൽകുന്നതാണ് ഈ നേച്ചർ. നമ്മളൊരു വീട് വെക്കുമ്പോഴും നമ്മുടെ ഓരോ സ്പേസ് ഒത്തിരി ലൈഫ് സ്പീഷീസിന്റെ ഒക്കെ എഫക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്ലാന്റ്സിനെ നമ്മുടെ സ്പേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. നേച്ചറിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മൾ പ്ലാന്റ്സ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചിലത് നമ്മൾ മണ്ണിൽ വെക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും, ചിലർ നമ്മൾ വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള എലമെന്റ്സ് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതാണ്. അതെ, അപ്പോൾ പണ്ടത്തെ വീടുകളിലാണെങ്കിൽ വലിയ ജനാലകൾ, കതകുകൾ, എയർ ഹോളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മിക്ക വീടുകളിലും എയർ കണ്ടീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ചെറിയ ചെറിയ എയർ ഹോൾസ് ഒക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാകാറില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അടച്ചു വെക്കുകയാണ് പതിവ്. അപ്പോൾ ഈ എയർ സർക്കുലേഷൻ ഇല്ലാതാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവും. അതായത് നമുക്ക് ഒരു AC വെക്കുന്നതിൽ ഉപരിയായിട്ട് ഇപ്പൊ നമുക്ക് AC വെക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം റോഡ് സൈഡിലാണ് ഒരു ഓഫീസ് എങ്കിൽ ഭയങ്കര പൊടിയും നോയ്സും ഒക്കെ ആയിരിക്കും. അപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള, അതിന് ക്ലോസ്ഡ് വാസ്തു എന്നാ പറയാം. അപ്പൊ അവിടെ നമുക്ക് അതേ പറ്റുള്ളൂ, ആ സാഹചര്യത്തിൽ അതേ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഓപ്പണിംഗ് കൊടുക്കാൻ പറ്റിയ, AC ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് ഒരു ജനൽ തുറന്നിടാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും എന്തുകൊണ്ടും കൂടുതൽ. അപ്പൊ നമ്മൾ കാലഘട്ടം പോകുന്നതനുസരിച്ച്, മുന്നോട്ട് അങ്ങ് പോകുന്നതനുസരിച്ച് നമുക്ക് എല്ലാം നമുക്ക് കുറെ ലിമിറ്റഡ് ആയിട്ട് വരിക. നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഈ എക്സ്പീരിയൻസസും ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വരിക. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾക്ക് ഇപ്പൊ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതെ, അപ്പോൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഇപ്പോൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷെ പല വീടുകളിലും വീട് പണി സമയത്ത് പണിക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് കാണാറുണ്ട്. കട്ടർ വീഴുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കൊണ്ട് മുറിയുന്നു. പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് വാസ്തുവുമായി ബന്ധമുണ്ടാകുമോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാനിപ്പോൾ വീട് പണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. നമ്മളൊരു കോൺട്രാക്ടർ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു വീട് പണിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരൊരു വാസ്തുക്കാരനെ കൊണ്ടുവന്നു. പുള്ളി ഇങ്ങനെ ഒരു കമ്പെടുത്ത് ഒടിച്ച് കഴിഞ്ഞിട്ട് ഇത് വീട് പണി നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു, എൻ്റെ ഒരു വർക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോൺട്രാക്ടർ പിന്നീട് നോക്കുമ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കൊക്കെ കളയുന്ന ഒരു സാധനമായിട്ടാണ് പുള്ളിയുടെ മനസ്സിൽ ഇത് രജിസ്റ്റർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിനോടൊരു അകൽച്ച വരുന്നത് ഓരോ ആൾക്കാർക്കും. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ആ പറഞ്ഞ ആൾ അത്രയും അറിവുള്ള ആളാണെങ്കിൽ അതിന് നിമിത്തശാസ്ത്രം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള റീഡിങ്സ്. ഇപ്പം നമ്മൾ ഒരു ഹെൽത്ത് റിപ്പോർട്ട് അനലൈസ് ചെയ്യുക, റീഡിങ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം എന്ന് വെച്ചാൽ അത് അതിൻ്റെ എൻ്റെ നല്ല അർത്ഥം. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഒരു എക്സസൈസും നല്ല ഫുഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ മരുന്നുകളും ആ ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റീഡിംഗ് ആണ് നിമിത്തശാസ്ത്രം എന്ന് പറഞ്ഞ് പുള്ളി റീഡ് ചെയ്തത്. വാസ്തുവാണ് അതിന് ശേഷമുള്ള പരിഹാരങ്ങൾ, എന്തൊക്കെ ചെയ്താലാണ് ഇതിനെ ബെറ്റർ ആക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ, പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ മുതലാണ് കൺസൾട്ടിങ് ചെയ്യുന്നതെങ്കിൽ, എന്തൊക്കെയാണ് ഈ വീട് പണി നടക്കുമ്പോൾ ഉള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും കൂടെ പറയും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ വീട് പണി തീരുമ്പോഴേക്കും അവിടെ മതിൽ കെട്ടാം, തീർന്നു കഴിയുമ്പോഴേക്കും ആ ടാപ്പ് അവിടെ നിന്ന് മാറ്റാം, തീർന്നു കഴിയുമ്പോഴേക്കും ആ കുറച്ച് സാധനങ്ങൾ ഡംപ് ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഡൂസ് ആൻഡ് ഡോൺസ് ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഫേസിലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേസിക്കലി ഇപ്പോൾ ഉള്ള സ്പേസ് സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ ആ കാര്യം, ആ പ്രോസസ്സ് നമുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ നന്നായിട്ട്. അതെ. അപ്പൊ ഈ ഒരു വീട് പണി നടത്തുമ്പോൾ ഗേറ്റ് പണിയുന്നതിന് അല്ലെങ്കിൽ കിണർ കുഴിക്കുന്നതിന് ഇതിനെല്ലാം ഒരു ഇതുണ്ടോ? ടൈം പീരീഡ് ഉണ്ടോ? അതായത് ആദ്യം കിണർ കുഴിക്കാൻ പാടില്ല എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാം എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നതാണ്. അതെ, അതായത് നമ്മള് ഇന്നത് കാര്യം ആദ്യം അവസാനം എന്നല്ല അല്ല, നമ്മൾ ഓരോ വീട് പണിയുമ്പോഴും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്.